നമസ്കാരം. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് അറിയിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ ഇത്തരം പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ നിങ്ങളുടെ പക്കലേക്ക് എത്തുകയുള്ളൂ. PM കിസാൻ സമ്മാൻ നിധി പലരും അടുത്ത ഗഡു വരുന്നത് കാത്തിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഇപ്പോൾ മറ്റൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. PM കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന എല്ലാവരും പുതിയൊരു രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് പരക്കെ വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന ആ രജിസ്ട്രേഷൻ PM കിസാനുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണെന്ന് അറിയിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന രജിസ്ട്രേഷൻ കേരള കൃഷി മന്ത്രാലയത്തിന്റെ ഒരു കർഷക രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കതിർ എന്ന പോർട്ടലിൽ ഉള്ള രജിസ്ട്രേഷനാണ്. ഇതും PM കിസാൻ സമ്മാൻ നിധിയുമായി യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. പൊതുജനങ്ങളുടെ ആധാർ കാർഡ്, കരമടച്ച രസീത് തുടങ്ങിയവ ചില ഏജൻസികൾ വാങ്ങി PM കിസാൻ സമ്മാൻ നിധിയുടെ പുതുക്കൽ എന്ന പേരിൽ പൈസയും ഈടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് PM കിസാൻ സമ്മാൻ നിധിയുടെ പുതുക്കൽ എന്നാണ് ഇവർ പറയുന്നതും കതിർ പോർട്ടലിൽ കൃഷി വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഒരു രജിസ്ട്രേഷൻ നടപടി നടക്കുന്നുണ്ട്. ആ സൈറ്റ് പൂർണ്ണമായി പ്രവർത്തനസജ്ജമായിട്ടില്ല. സാവധാനം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചാൽ മതി. പ്രധാനം ശ്രദ്ധിക്കുക, PM കിസാൻ സമ്മാൻ നിധിയുമായി യാതൊരുവിധ ബന്ധവും ഇതിന് ഇല്ല. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ കഴിഞ്ഞ ഗഡു ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ KYC പ്രോസസ്സിംഗ് പൂർത്തീകരിച്ചിരിക്കണം. അല്ലെങ്കിൽ ലാൻഡ് സീഡിംഗ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതല്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ലഭിക്കാത്തവർ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അല്ലാത്തവർ കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് പൈസ ലഭിച്ചിരുന്നവർ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ KYC ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇതുവരെ അങ്ങനെ ഓർഡർ വന്നിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കേരള സർക്കാരിന്റെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രം ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട രേഖകൾ അവിടെ സുരക്ഷിതമായിരിക്കും. മറ്റു പല ഏജൻസികളും നിങ്ങളുടെ ആധാർ കാർഡുകളും കരമടച്ച രസീതുകളും ദുരുപയോഗം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്.